അസ്സലാമലൈക്കും. മുരിങ്ങയിൽ വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടുനോക്കാം. വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 കപ്പിന് വേണ്ടി കുറവായിട്ട് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നുകൂടി മിക്സാക്കി കൊടുക്കുക. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മുരിങ്ങയുടെ ഇല ഈ ഒരു പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പം ഞാൻ സാധാ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് നമ്മളൊരു മാവിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയിലേക്ക് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ ഞാനിത് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ ബോൾസുകളാക്കിയിട്ട് ഇതൊന്ന് മാറ്റാം. ഇപ്പം ഞാനിത് മീഡിയം സൈസിലുള്ള ബോൾസുകളാക്കിയിട്ട് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലൊരു പലകയിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ഇട്ടെടുത്തിട്ട് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന ആ ഒരു തിക്നെസ്സിൽ തന്നെ നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. മുഴുവനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാൻ ഇതൊന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് നമുക്ക് ഓരോ പത്തിരിയായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഇതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇതൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ബാക്കി കൂടി ഇതുപോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് തന്നെ ഞാനിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തിയാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഈവനിങ് സ്നാക്സാണിത്. നമുക്ക് കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇൻഷാ അല്ലാഹ്.